മൂവാളംകുഴി ചാമുണ്ഡി ദേവിയെ എടമനത്തന്ത്രി പണ്ട് ചെമ്പുകുടത്തിൽ ആവാഹിച്ച ശേഷം 3 ആൾ ആഴത്തിൽ താഴ്ത്തിയപ്പോൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശക്തിസ്വരൂപിണിയാണ് മൂവാളംകുഴി ചാമുണ്ഡി. 3 ആളുടെ ആഴത്തിലുള്ള കുഴിയിൽ നിന്ന് എഴുന്നേറ്റ എന്ന അർത്ഥത്തിലാണ് മൂവാളംകുഴി ചാമുണ്ഡി എന്ന നാമധേയമുണ്ടായത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എടമനയിൽ നിന്ന് ഒരംഗം ഒരു നാൾ ഒളയത്തില്ലം സന്ദർശിക്കുവാനിടവരികയും ഗൃഹനാഥന്റെ അഭാവത്തിൽ അന്തർജനം വേണ്ടവിധത്തിൽ ഉപചരിക്കാത്തതിനാൽ പ്രകോപിതനായി ചില പൊടിക്കൈ മന്ത്രപ്രയോഗങ്ങൾ നടത്തി തിരിക്കുകയും ചെയ്തു. സ്വന്തം വീട്ടിൽ താമസിച്ച് എത്തിച്ചേർന്ന ഒളയത്ത് തന്ത്രി കാര്യം മനസ്സിലാക്കി മന്ത്രരൂപേണ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. പരസ്പരം മനസ്സിലായ തന്ത്രിമാർ മന്ത്രതന്ത്രങ്ങളിൽ തങ്ങൾക്കുള്ള പ്രാവീണ്യം തെളിയിക്കുവാനായി മത്സരിക്കുകയും മന്ത്രമൂർത്തികളെക്കൊണ്ട് ഏറ്റുമുട്ടിക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ ഒളയത്ത് തന്ത്രി പരാശക്തിയെ ശത്രുസംഹാരത്തിനായി നിയോഗിക്കുകയും തന്നെ സമീപിച്ച മന്ത്രമൂർത്തിയെ എടമനത്തന്ത്രി മൂലമന്ത്രം കൊണ്ട് ആവാഹിച്ച് തൊണ്ടിലാക്കി കുഴിച്ചിട്ടുവെങ്കിലും ക്ഷണനേരം കൊണ്ട് അത് പൊട്ടിപ്പിളർന്ന് തന്ത്രിയോടടുത്തു. ഇല്ലത്തെത്തിയ തന്ത്രി പിന്തുടർന്നെത്തിയ മന്ത്രമൂർത്തിയെ ഉറപ്പേറിയ ചെമ്പുകുടത്തിൽ ആവാഹിച്ചടക്കി. ആശ്രിതന്മാരായ മട്ടൈ, കോലാൻ, കീക്കാനത്തെ അടിയോടി എന്നിവരെക്കൊണ്ട് ഇല്ലത്തിനു തെക്കുകിഴക്കായി അരക്കാതെ ദൂരെ 3 ആൾ പ്രമാണം കുഴി കുഴിച്ച് അതിലടക്കം ചെയ്തു. സർവതന്ത്രാത്മികതയും സർവമന്ത്രാത്മികതയുമായ പരാശക്തി ഹുങ്കാരശബ്ദത്തോടെ പൊട്ടിപ്പിളർന്ന് സ്വതന്ത്രയായി ഭീകരാകാരത്തോടെ ചെന്ന് മട്ടൈ കോലാന്റെ പടിഞ്ഞാറ്റകം തകർത്തു. കോലാനെ വധിച്ച ദേവി തന്ത്രിയോടടുത്തു. ഭീതനായ തന്ത്രി പ്രാണരക്ഷാർത്ഥം ഓടി തൃക്കണ്ണാട് ത്രയംബകേശ്വരനോട് അഭയം ചോദിച്ചു. കിഴക്കേ ഗോപുരത്തിലൂടെ കയറിയ തന്ത്രിയെ പിന്തുടർന്ന് പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ മന്ത്രമൂർത്തി തൃക്കണ്ണാട് എത്തിയെങ്കിലും തൃക്കണ്ണാടപ്പന്റെ സാന്ത്വനത്താൽ സന്തുഷ്ടയായി തന്ത്രിക്ക് മാപ്പ് നൽകി. തന്ത്രിമാർ തമ്മിലുള്ള വെറുപ്പ് തീർത്ത് തൃക്കണ്ണാടപ്പന്റെ തന്ത്രിപദം ഒളയത്തില്ലവുമായി പങ്കിട്ടു. ചെമ്പുകുടത്തിൽ മൂവാൾ കുഴിയിൽ 3.25 നാഴികനേരം സ്ഥാപനം ചെയ്യപ്പെട്ടതിനാൽ മൂവാളംകുഴി ചാമുണ്ഡിയായി തൃക്കണ്ണാട് പടിഞ്ഞാറേ ഗോപുരത്തിൽ പ്രതിഷ്ഠ നേടി. എടമനത്തന്ത്രിയാൽ ചെമ്പുകുടത്തിൽ ആവാഹിക്കപ്പെട്ടതിനാൽ തന്ത്രിമാരെയും ചെമ്പുകുടത്തെയും ദേവിയുടെ അരങ്ങിൽ അനുവദിക്കാറില്ല. കഠിനമായ കോപത്താൽ തൻ്റെ ശക്തി കൊണ്ട് പാതാളത്തിൽ നിന്ന് ചെമ്പുകുടത്തെ പിളർന്നുകൊണ്ട് അവതരിച്ച ദേവി അതീവ രൗദ്രതയുള്ളവളാണ്. കോപം മൂത്ത് കണ്ണിൽ കാണുന്നവരെയൊക്കെ തൻ്റെ ആയുധങ്ങൾ കൊണ്ട് ദേവി പ്രഹരിക്കുന്ന കാഴ്ച ആരെയും അമ്പരപ്പിക്കുന്നതാണ്. 3 തരം വർണ്ണപ്പലിശ, വില്ലും ശരക്കോലും, വ്യത്യസ്ത തരം വാളുകൾ തുടങ്ങിയവയാണ് ദേവി ആയുധങ്ങളായി ഉപയോഗിക്കുന്നത്.
പ്രഭു ഇടമന തന്ത്രി വടാപനത്തെ മൂന്നാറുടെ കുഴി കുഴിച്ച് ശുദ്ധമായിരിക്കുന്ന താമ്രവാചനത്തെ ക്ഷേണിച്ചും അന്ന് ആദ്യമായിട്ട് നാളികേര വാചനത്തിന്റെ ചാമണ്ടി കുതിരാധാരമെന്ന് അടക്കുകയും ചെയ്തു. ഈ നാളികേര വാചനം പൊട്ടിപ്പുറപ്പെട്ടു. ഗത്യന്തരമില്ല. ഇത്രയും ശക്തിയുള്ള ഒരാൾത്തരമാണെന്ന് കണ്ടുകരുതി ശുദ്ധമായിരിക്കുന്ന താമ്രവാചനം നിർമ്മിച്ചു. കുട്ടിക്കാലത്ത് കൂട്ടാനത്ത് അടിയോടി കൈസഹായമായിട്ട് അന്ന് മൂന്നാറുടെ കുഴി കുഴിച്ച് അതിൽ ആവാഹനം കഴിച്ചു. അന്ന് 3.25 നാഴി കൊണ്ട് താമ്രവാചനം പൊട്ടിപ്പുറപ്പെട്ടു. അന്ന് ഇടവന തമ്മിക്ക് നേരെ കയ്യെത്തി കൊണ്ടാണ് കല്യാണപ്പുരം കണ്ട് വധിച്ച അവന്റെ പുറകെ ഞാൻ പറ്റി കയ്യെത്തുകൊണ്ടാണ് അന്ന് കിഴക്കേ ഗോപുരം ആധാരമായിട്ട് ഇടവലത്തുണ്ട് ചാടി കരയറി പടിഞ്ഞാറേ ഗോപുരം